ഇനി ഇതിലും അത്യന്തം സ്ഫോടനാത്മകമായ ഒരു റിപ്പോർട്ട് കൂടി ഞാൻ പറയാം. ഇത് 2022 ഡിസംബറിൽ സ്വിസ് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്തയുടെ ബൈലൈൻ തന്നെ ഇങ്ങനെയാണ്: തങ്ങൾ ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ ഒരു ഇരയാണെന്നും അല്ലാതെ ഒരു സഹഗൂഢാലോചനക്കാരനല്ല എന്നും സ്വിസ് ഷിപ്പിംഗ് ലൈൻ MSC പറയുന്നു. 2019 ജൂണിൽ US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനിലെ 100ഓളം ഉദ്യോഗസ്ഥർ ഫിലാഡൽഫിയ പോർട്ടിൽ MSC ഗായൻ എന്ന് പേരായ ഷിപ്പ് പരിശോധിക്കാൻ കയറുന്നു. വൈനും നട്ട്സും പരിശോധിക്കുന്നതിനിടയിൽ CBPയുടെ ഏജൻസി ഏകദേശം 1 ബില്യൺ സ്വിസ് ഫ്രാങ്ക് വിലമതിക്കുന്ന 20 ടൺ കൊക്കൈൻ കണ്ടെടുക്കുന്നു. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 10 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വില. ഇങ്ങനെ മയക്കുമരുന്ന് ബോട്ടുകളിലൂടെ കടത്തുന്നത് ഈ രംഗത്ത് പുത്തിരിയൊന്നും അല്ലെങ്കിലും ഏറ്റവും സ്തോഭജനകമായ വാർത്ത എന്താണ് എന്ന് വെച്ചാൽ, ഗായൻ എന്ന കപ്പലിലെ 1/3 ജീവനക്കാരും അവർ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ സഹായിക്കുകയായിരുന്നു എന്ന് സമ്മതിച്ചു എന്നതാണ്. തെക്കേ അമേരിക്കൻ തീരങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ സ്പീഡ് ബോട്ട് ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് കപ്പലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്നും അവർ പിന്നീട് സമ്മതിച്ചു. പിന്നീട് MSCയുടെ ഉദ്യോഗസ്ഥർ വാഷിംഗ്ടണിൽ CBP ഏജൻസിനെ കണ്ടപ്പോൾ കപ്പൽ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ അവരിൽ ഞെട്ടലുണ്ടാക്കി എന്നാണ് പറഞ്ഞത്. എന്നാൽ സത്യം അതൊന്നുമായിരുന്നില്ല. US ഇൻ്റലിജൻസ് ഈ ജനീവൻ കമ്പനിയെ വർഷങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. വളരെ ഇൻഫ്ലുവൻഷ്യലായ ബാൽക്കൺ ഡ്രഗ് കാർട്ടലുമായി MSCയുടെ ക്രൂസ് 1 ദശകത്തോളമായി ചേർന്ന് ജോലി ചെയ്യുന്നുണ്ട് എന്നവർക്ക് മനസ്സിലായി. യൂറോപ്പിലെത്തുകയും അവിടെ വിൽക്കപ്പെടുകയും ചെയ്യുന്ന പകുതിയിലധികം കൊക്കൈൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ ബാൽക്കൺ ഡ്രഗ് കാർട്ടലിനാണ്. MSCക്ക് തന്നെ 1.5 ലക്ഷത്തോളം തൊഴിലാളികളുണ്ട്. കമ്പനിയുടെ എല്ലാ പവറും അപ്പോന്തേ കുടുംബത്തിനാണ്. പബ്ലിക് ട്രേഡിൽ ഇതുവരെ വരാത്ത കമ്പനി ഷിപ്പിംഗ് ബിസിനസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരിക്കലും പുറത്തു വിടാറില്ല. അപ്പോന്തേ ഫാമിലിയുടെ ബിസിനസ് വിസ്തൃതമാണ്. കപ്പലുകൾ, ബോട്ടുകൾ, ഫെറി ലൈൻസ്, ക്രൂസ് ലൈൻസ്, കാർഗോ പ്ലെയിൻസ്, സ്വിറ്റ്സർലൻഡിൽ ആകെ മൊത്തമുള്ള റിയൽ എസ്റ്റേറ്റ്, സ്പീഡ് ബോട്ട് മാനുഫാക്ചറിങ്, ലോകത്തിൻ്റെ പല ഭാഗത്തും 1 ഡസനിലേറെ പോർട്ട് ടെർമിനൽസ്, അങ്ങനെ ഇവരുടേത് വലിയ ഒരു സാമ്രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പൂട്ടുക അത്ര എളുപ്പമല്ല. MSC ഗയാനയുടെ കേസിൽ $10 മില്യൺ പിഴയും $40 മില്യൺ ബോണ്ട് കൊടുത്താണ് കപ്പൽ റിലീസ് ചെയ്തത്. US കസ്റ്റംസ് പറയുന്നത് MSCക്ക് മാത്രം $700 മില്യൺ പെനാൽറ്റി ഉണ്ടെന്നാണ്.